രാഷ്ട്രീയക്കാരുടെ നിയമനത്തിൽ കോൺഗ്രസിൽ വീണ്ടും വിവാദം. ഭാര്യയുടെ ബിസിനസ് പങ്കാളിയെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കാൻ മന്ത്രി ടി സിദ്ദിഖിന്റെ ശുപാർശ. പ്രണവ് ഹരിയെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കാനാണ് മന്ത്രി ശുപാർശ ചെയ്തത്. കടുത്ത പ്രതിഷേധവുമായി വയനാട്ടിലെ കോൺഗ്രസ്. വി വി അരുണുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വി വി അരുൺ തന്നെയാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. അരുൺ, നമ്മൾ അറിയാം കോൺഗ്രസിൽ ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം നാളുകളായി നടക്കുന്നു. സണ്ണി ജോസഫിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഇപ്പോൾ ടി സിദ്ദിഖിനും ഇപ്പോൾ ഈ ഒരു ഇഷ്ടക്കാരുടെ നിയമനത്തിലേക്ക് നീങ്ങുകയാണ്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? കോൺഗ്രസിൽ നിയമനങ്ങളെല്ലാം തൊട്ടാൽ പൊള്ളുന്ന അവസ്ഥയിലാണ്. അത് ഇപ്പോൾ നേരത്തെ KPC അധ്യക്ഷൻ കൂടിയായ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അളിയനെ നിയമിച്ചത് വലിയ വിവാദമായിരുന്നു. ആദ്യമൊക്കെ അദ്ദേഹം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് കടുത്ത പ്രതിഷേധം ഉയർന്നതോടുകൂടി ഈ അളിയന് രാജിവെച്ച് ഒഴിയേണ്ടി വന്നു. ഇപ്പോൾ ടി സിദ്ദിഖാണ് അത്തരത്തിലൊരു നിയമനത്തിന് ശ്രമം നടത്തുന്നത്, വലിയ നീക്കം നടത്തുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് സ്വാഭാവിക മന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് പട്ടിക നൽകണം, ആരൊക്കെയാണ് പേഴ്സണൽ സ്റ്റാഫിൽ കൊണ്ടുവരേണ്ടത്. ഇതുവരെ കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം പൂർത്തിയായിട്ടില്ല. അവിടെയാണ് സിദ്ദിഖിന്റെ ശുപാർശ വിവാദമാകുന്നത്. അദ്ദേഹം നിയമിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ബിസിനസ് പങ്കാളിയാണ്. അതായത് അവരുടെ ഒരു കമ്പനി വൈസ് ഫോർ ഫെസിലിറ്റി മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. അതിന്റെ പാർട്ണറാണ് പ്രണവ് ചുഴിക്കാട്ടു ഹരി. ഈ പ്രണവ് ഹരിയെയാണ് മന്ത്രി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കണമെന്ന ശുപാർശ മുഖ്യമന്ത്രിക്ക് നൽകിയത്. അതിൽ വലിയ വിവാദമാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉയർന്നു വരുന്നത്. കാരണം അദ്ദേഹം കോൺഗ്രസുമായി ബന്ധമുള്ള ആളാണെന്ന് നേതാക്കൾ സമ്മതിക്കുന്നു. പക്ഷേ കോൺഗ്രസ് സജീവ പ്രവർത്തകരോ അല്ലെങ്കിൽ ആ രീതിയിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളോ അല്ല. വലിയ പ്രതിഷേധം കൽപ്പറ്റയിലെ നേതാക്കളടക്കം ഉയർത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി പറഞ്ഞ യുവ നേതാക്കളുണ്ട്. DCCയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. നിരവധി പരാതികൾ ഇതിനകം മുഖ്യമന്ത്രി VD സതീശൻ ലഭിച്ചു കഴിഞ്ഞു. ഇത്തരം നിയമനങ്ങൾ അനുവദിക്കാനാകില്ല. അളിയന്മാരെയും അതുപോലെ തന്നെ ഭാര്യയുടെ ബിസിനസ് പങ്കാളികളെയും ഒന്നല്ല പേഴ്സണൽ സ്റ്റാഫിൽ എടുക്കേണ്ടത്. കഴിഞ്ഞ 10 വർഷം കോൺഗ്രസിന് വേണ്ടി സമരം ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, KSU പ്രവർത്തകരുണ്ട്. അവരെയൊക്കെ പേഴ്സണൽ സ്റ്റാഫിൽ എടുക്കണമെന്ന ശക്തമായ ആവശ്യമാണ് കോൺഗ്രസിൽ നിന്ന് ഉയരുന്നത്. കൽപ്പറ്റയിലെ നേതാക്കൾ വലിയ അമർഷത്തിലാണ്. ആ പരാതികൾ ശക്തമായതിനെ തുടർന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ഫയൽ പിടിച്ചുവച്ചിരിക്കുന്നത്. ഇതിൽ ഇതുവരെയും തീരുമാനം മുഖ്യമന്ത്രി കൈക്കൊണ്ടിട്ടില്ല. പക്ഷേ വലിയ സമ്മർദ്ദം സിദ്ദിഖിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. അല്ല അരുൺ, അത് തന്നെയാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷത്തെ കാലത്തേക്ക് സംസാരിക്കുമ്പോഴേക്കും അടികൊണ്ട പ്രതിഷേധിച്ച സമരം ചെയ്ത KSU നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരെയൊക്കെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം ഈ സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ടുള്ള സമയത്ത് തന്നെ വന്നതാണ്. അപ്പോൾ സഹോദരി ഭർത്താവ് അദ്ദേഹത്തിന് അളിയനാണല്ലോ ആ സമയത്ത് നിയമനം നൽകാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയത്. പക്ഷേ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഈ പ്രതിഷേധം വയനാട്ടിലെ കോൺഗ്രസ് ഉന്നയിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് പറയുമ്പോൾ പോലും മറ്റൊരു കടുത്ത നീക്കത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും വലിയ പരാതിയും അമർഷവുമുണ്ട്. നിരവധി പരാതികളാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. മാത്രമല്ല അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട യുവ നേതാക്കൾക്കെതിരെ നിലപാടെടുത്ത ആൾ കൂടിയാണ് പ്രണവ് ഹരി എന്ന വിമർശനമാണ് ഉയരുന്നത്. അത്തരം ഒരാളെ ഒരു കാരണവശാലും സ്റ്റാഫിലേക്ക് കൊണ്ടുവരുന്ന ആവശ്യമാണ് അവിടെ നിന്ന് ഉയരുന്നത്. നേരത്തെയൊക്കെ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അല്ലെങ്കിൽ വിമർശനങ്ങൾ വരുന്നത്. ഇത്തവണ അത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല. പകരം മുഖ്യമന്ത്രി നേരിൽ കണ്ട് തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട യുവ നേതാവ് പരാതി അയച്ചു. DCCയുടെ തലപ്പത്തുള്ളവരും പരാതി കത്തുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. 8-9 പരാതി ഇതിനകം മുഖ്യമന്ത്രിക്ക് ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. തുടർന്ന് മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അംഗങ്ങളെ കൊണ്ട് ഇക്കാലത്തൊരു അന്വേഷണം ഈ പ്രണവ് ഹരിയുടെ ബാക്ക്ഗ്രൗണ്ടും മറ്റും അന്വേഷിപ്പിക്കുന്നുണ്ട്. കൽപ്പറ്റയിൽ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടും മറ്റും അന്വേഷിപ്പിക്കുന്നുണ്ട്. ആ രീതിയിൽ ഇത്ര പ്രതിഷേധം ഉയരാൻ കാരണം എന്താണ്, എന്തുകൊണ്ട് ഇത്തരം പ്രതിഷേധം വരുന്ന കാര്യത്തിലൊക്കെ അന്വേഷണം ശക്തമായ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് നിയമനം വൈകുന്നത്. പക്ഷേ വലിയ ശക്തമായ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുമ്പോഴും സിദ്ദിഖ് ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല, തയ്യാറായിട്ടില്ല ഇതുവരെ. മാത്രമല്ല ഈ പല നിയമനങ്ങളിലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇടപെടലുണ്ടെന്ന ശക്തമായ ആരോപണം പോലും ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. മന്ത്രിയുടെ ഓഫീസ് പ്രവർത്തനം തുടങ്ങി 1 മാസം പോലും പിന്നിടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് ഇതിൽ വലിയ ഇടപെടലുകൾ ഉണ്ടാകുന്നുവെന്ന ആരോപണവും പരാതിയും കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. അതാണിപ്പോൾ ഇത്തരത്തിലൊരു പരാതി മുഖ്യമന്ത്രിക്ക് അടുത്തേക്ക് തന്നെ എത്താൻ ഇടയായത്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിനാണ്. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ 3 നില വരെ മാത്രമേ ഒരു മന്ത്രിക്ക് നിയമിക്കാൻ കഴിയൂ. അത്തരം ഒരു പോസ്റ്റിലാണ് ഈ ഒരു ബിസിനസ് പങ്കാളിയെ, ഭാര്യയുടെ ബിസിനസ് പങ്കാളിയെ
നിയമിക്കാൻ ഇപ്പോൾ മന്ത്രി തീവ്ര ശ്രമം നടത്തുന്നത്. പക്ഷേ ഇതുവരെയും അതിൽ മുഖ്യമന്ത്രി വഴങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസും ഒക്കെ. ഏതായാലും പക്ഷേ ശക്തമായ സമ്മർദ്ദം സിദ്ദിഖിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതേപോലെ തന്നെ ശക്തമായ എതിർപ്പ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും, പ്രത്യേകിച്ച് കൽപ്പറ്റയിലെ നേതാക്കളുടെ ഭാഗത്തുനിന്നും, യുവ നേതാക്കളടക്കമുള്ളവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രി നേരിട്ടേണ്ട പരാതി പറഞ്ഞവരും അതുപോലെ തന്നെ കത്തിലൂടെ ഈ വിഷയം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കം അറിയിച്ചവരുമുണ്ട്. അതാണ് ആദ്യം അളിയൻ, അതിനുശേഷം ഇപ്പോൾ ഭാര്യയുടെ ബന്ധു എന്നുള്ള രീതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് വിഷയങ്ങൾ. കോൺഗ്രസിൽ മന്ത്രി ആയിട്ട് ഏകദേശം ഒരു മാസം പിന്നിടുന്ന പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പോൾ ഓരോ രീതിയിലും നിയമനങ്ങളുടെ കാര്യത്തിൽ വീണ്ടും വീണ്ടും ഇഷ്ടക്കാർക്ക് നിയമനം നൽകുന്നതാണോ എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അടിത്തട്ടിൽ നിന്ന് KSU പ്രവർത്തകർക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു അമർഷങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളിൽ തന്നെ ശക്തമായ പ്രതിഷേധവും ഇക്കാര്യത്തിൽ ഉണ്ട്. അതുതന്നെയാണ് അവർ മുഖ്യമന്ത്രിക്ക് മേൽ പരാതിയുമായിട്ടും ഉന്നയിക്കുന്നത്. ആവശ്യക്കാർക്ക്, അളിയന്മാർക്ക്, ഉറ്റ ആളുകൾക്കൊക്കെ തന്നെ ഇതുപോലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന പദവി നൽകുമ്പോൾ അത് ദുരുപയോഗം ചെയ്യുന്നു. അത് കിട്ടേണ്ടവർ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്, അവർക്ക് നൽകാതെ ഇതുപോലെ ഭാര്യയുടെ ബിസിനസ് പങ്കാളിക്കും അളിയനുമൊക്കെ നിയമനം നൽകുമ്പോഴാണ് ഇവിടെ സ്വാഭാവികമായിട്ടും ഇവിടെ പ്രശ്നങ്ങൾ ഉയരുന്നത്. മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ മന്ത്രി ടി സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള നിലപാടോ ഇതിൽ നിന്നൊരു മാറ്റമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതും വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ്. അരുൺ, സ്വാഭാവികമായിട്ടും ടി സിദ്ദിഖ് ഈ വാർത്തയിൽ പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അതിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് രസകരമായ കാര്യമാണ്. കാരണം മുന്നിലൊരു ഉദാഹരണമുണ്ട്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അളിയനെ ഇതുപോലെ മാറ്റി നിന്ന് രാജിവെപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. അവിടെ നിന്നിട്ട് പോലും ഇങ്ങനൊരു സംഭവം ഈ ടേമിൽ തന്നെ ഉണ്ടായിട്ട് പോലും അങ്ങനൊരു മാറ്റത്തിലേക്ക് ടി സിദ്ദിഖ് പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് കൗതുകകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങൾ കോൺഗ്രസിന്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. പല മന്ത്രിമാർക്കും, ഉദാഹരണത്തിന് ബിന്ദു കൃഷ്ണൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പോലും പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടില്ല. പല മന്ത്രിമാർക്കും മറ്റ് സ്റ്റാഫുകളുടെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല. പലതും ഇത്തരം തർക്കങ്ങൾ കാരണമാണ് നീണ്ടുപോകുന്നത്. ഒന്നുകിൽ ബന്ധുക്കൾ നിയമിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരല്ലാത്ത, പാർട്ടി പാരമ്പര്യമില്ലാത്തവരെ നിയമിക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രവർത്തകരുടെ പരാതി. ഈ പരാതിയിലൊക്കെയാണ് നിയമനം നീണ്ടുപോകുന്നത്. പല ഓഫീസുകളും പൂർണ്ണമായി, നമുക്ക് ഒരുപക്ഷെ അത്ഭുതമായി തോന്നിയേക്കാം, ഒരു മന്ത്രിസഭ അധികാരം ഏറ്റെടുത്ത് വലിയ പ്രതീക്ഷകളുമായി വന്ന് ഒരു മാസം പിന്നിടുമ്പോഴും പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ പൂർണ്ണമായും നിയമിക്കാൻ കഴിയാത്ത, പ്രൈവറ്റ് സെക്രട്ടറിമാരെ പോലും നിയമിക്കാൻ കഴിയാത്ത മന്ത്രിമാരുമുണ്ട്. അത്തരമൊരു വലിയ പ്രശ്നം കോൺഗ്രസിലുണ്ട്. എക്കാലത്തും കോൺഗ്രസിൽ അത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരാറുണ്ട്. പക്ഷേ ഇത്തവണ അതൊന്ന് ഒന്നുകൂടി കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 10 വർഷത്തിന് ശേഷമാണ് അധികാരത്തിൽ. അതുകൊണ്ട് തന്നെ പലർക്കും താല്പര്യങ്ങളുണ്ട്, പലർക്കും ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ എല്ലാവരെയും ആ രീതിയിൽ പരിഗണിക്കാൻ പാർട്ടിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ കഴിയില്ല. വലിയ തർക്കമായത് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനം ഇപ്പോഴും അനിശ്ചിതമായി നീണ്ടുപോകുന്നത്. അതിന്റെ ഒടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ബന്ധു നിയമനത്തിന്റെ ക്ഷീണം മാറുന്നതിന് മുമ്പ് തന്നെ വീണ്ടും കോൺഗ്രസിൽ ഇത്തരമൊരു ബന്ധു നിയമന വിവാദം, ഭാര്യയുടെ ബിസിനസ് പങ്കാളി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ സ്വജനപക്ഷപാത ആരോപണം കൂടി ഉയർന്നും വരുമെന്ന് ഉറപ്പാണ്. അത്തരം ഒരാളെ എന്തിനു നിയമിക്കുന്നു? കോൺഗ്രസിന് വയനാട്ടിൽ, കൽപ്പറ്റയിൽ വേറെ പ്രവർത്തകരും അതുപോലെ തന്നെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് എത്താൻ യോഗ്യരായ ആളുകളുമില്ലേ എന്ന ചോദ്യമാണ് പ്രാദേശിക നേതൃത്വം മുഖ്യമന്ത്രിയോടക്കം ചോദിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരം ഒരാളെ, ഒരു തരത്തിലും പാർട്ടി ഗുണം ചെയ്തില്ലാത്ത ഒരാളെന്നാണ് പൊതുവിലുള്ള നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരാളെ എന്തിന് പേഴ്സണൽ സ്റ്റാഫിൽ വെക്കണം? അത് സ്വജനപക്ഷപാതമാണ്. അളിയന് പിന്നാലെ ഇങ്ങനെ ബിസിനസ് പങ്കാളി വേണമോ എന്ന ചോദ്യമൊക്കെയാണ് വയനാട്ടിലെ, കൽപ്പറ്റയിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും നേതാക്കളിൽ നിന്നും ഉയർന്നത്. ഇതൊരു പരസ്യ പൊട്ടിത്തെറിയിലേക്ക് ഇതുവരെയും നീങ്ങിയിട്ടില്ല. പരസ്യമായ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും ഇത് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ പരാതികൾ മുഖ്യമന്ത്രിക്ക് മുന്നിലുണ്ട്. അദ്ദേഹം അന്വേഷിക്കുകയാണ്. ഇതുവരെ ആ നിയമനത്തിന് അദ്ദേഹം അനുമതി നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമനത്തിന് അനുമതി നൽകിയിട്ടില്ല, പക്ഷേ ശുപാർശയിലേക്ക് മുന്നോട്ട് പോകുന്നു. ആദ്യം വൈദ്യുതി വകുപ്പ്, ഇപ്പോൾ കൃഷി വകുപ്പ്, ആദ്യം സണ്ണി ജോസഫ്, ഇപ്പോൾ ടി സിദ്ദിഖ്, ഇങ്ങനെ ആദ്യം ബന്ധു നിയമനം, ഇപ്പോഴിതാ ഇഷ്ടക്കാർക്ക് നിയമനം, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ടി സിദ്ദിഖിന്റെ ഭാര്യയുടെ ബിസിനസ് പങ്കാളിയെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിട്ട്, പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് നിയമിക്കാനുള്ള രീതിയിലേക്ക് മാറുന്നു. ടി സിദ്ദിഖിന് ഇതുവരെ ഒരു പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതികൾ എത്തിയിട്ടുണ്ട്, അന്വേഷണം നടക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും ഒരു പിന്മാറ്റം ഇതിൽ നിന്നുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. BV അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്.